2026 പകുതിയോളം പിന്നിടുമ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് അത്ര നല്ല കാലമല്ല. സമ്മർ സീസണടക്കം പല പല ഫെസ്റ്റിവൽക്കും സൂപ്പർതാര ചിത്രങ്ങളില്ലാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഇൻഡസ്ട്രികൾ കടന്നുപോയത്. മലയാള സിനിമയ്ക്കല്ലാതെ മറ്റൊരു ഇൻഡസ്ട്രിക്കും കാര്യമായ നേട്ടം ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചില്ല. 2026 ജൂൺ പകുതിയാകുമ്പോഴത്തേക്ക് ഈ വർഷത്തെ മൊത്തം കളക്ഷൻ 1000 കോടി എന്ന മാന്ത്രിക സംഖ്യയിലെത്തിക്കാൻ മോളിവുഡിന് സാധിച്ചു. ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടക്കം രണ്ട് 200 കോടി ചിത്രങ്ങളും ഒരു 100 കോടി ചിത്രവും മോളിവുഡിൽ നിന്ന് പിറന്നു. തുടർച്ചയായ മൂന്നാം വർഷവും 1000 കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കൊച്ചു ഇൻഡസ്ട്രി. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന പാൻ ഇന്ത്യൻ സിനിമകൾ ഒരുപാട് നിർമ്മിക്കുന്ന തെലുങ്ക്, തമിഴ്, കന്നഡ ഇൻഡസ്ട്രികൾ ഈ വർഷം ഇതുവരെ 1000 കോടിക്ക് നേടിയിട്ടില്ലെന്നും എന്നത് ശ്രദ്ധേയമാണ്. ഇതിൽ കന്നഡ ഇൻഡസ്ട്രിക്ക് മൊത്തം കളക്ഷൻ 100 കോടി പോലും ആയിട്ടില്ലെന്നാണ് എടുത്തു പറയേണ്ട കാര്യമാണ്. വൻ ബജറ്റിലെത്തിയ കേടി അടക്കം ഭൂരിഭാഗം സിനിമകളും വൻ പരാജയമായി മാറി. രാംചരന്റെ പ്രതി 300 കോടിയിലേറെ നേടിയതോടെ മാറ്റി നിർത്തിയാൽ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ കൂട്ടത്തോടെ പരാജയപ്പെട്ട അവസ്ഥയാണ് തെലുങ്കിൽ. പ്രഭാസ് രാജാസാബ് ന്റെ പവർ കല്യാണിന്റെ ഉസ്താദ് ഭഗത് സിംഗും രവി തേജയുടെ BMW തുടങ്ങിയ വമ്പൻ സിനിമകളൊന്നും ബജറ്റ് പോലും തിരിച്ചുപിടിക്കാനാകാതെയാണ് കളം വിട്ടതും. സൂപ്പർ താര സിനിമകളൊന്നുമില്ലായിരുന്നിട്ടും ചെറിയ സിനിമകളെ കൂട്ടത്തോടെ വിജയിപ്പിച്ച് തമിഴ് സിനിമ പിടിച്ചു നിന്നു. സൂര്യയുടെ കറുപ്പാണ് നിലവിലെ ഇയർ ടോപ്പർ. 340 കോടിയിലേറെയാണ് ചിത്രം നേടിയത്. കറുപ്പല്ലാതെ മറ്റൊരു സിനിമയ്ക്ക് ഇതുവരെ 100 കോടി നേടാനായില്ല. തായ്‌ക്കിഴവ് 84 കോടിയും യൂത്ത് 70 കോടിയും ബ്ലാസ്റ്റ് 60 കോടിയും എന്നിങ്ങനെ ചെറിയ സിനിമകൾ വിജയിച്ചപ്പോൾ 100 കോടിയിലേറെ ചിലവഴിച്ചൊരുക്കിയ പരാശക്തി വൻ പരാജയമായി മാറി. 2026 രണ്ടാം പകുതി എല്ലാ ഇൻഡസ്ട്രിക്കും പ്രതീക്ഷ നൽകുന്നതാണ്. ഓണം സീസണിൽ മോളിവുഡ് റിലീസാകുന്ന 3 വമ്പൻ സിനിമകൾ ബോക്സ് ഓഫീസിൽ തീയിടുമെന്ന് പ്രതീക്ഷ. ജയിലർ 2, വിശ്വനാഥൻ സൺസ് എന്നിങ്ങനെയുള്ള തമിഴ് ചിത്രങ്ങളും പാരഡൈസ്, രണബലി തുടങ്ങിയ സിനിമകളും ടോളിവുഡിൽ മുന്നേറുമെന്ന് ആരാധകർ കണക്കുകൂട്ടുന്നു.